പ്രവാസ ലോകത്തെ വാർത്തകൾ. യുകെയുമായുള്ള വ്യാപാര കരാർ ഇന്ത്യയുടെ ആഭ്യന്തര വിപണിക്ക് വെല്ലുവിളിയാകില്ലെന്ന് വിലയിരുത്തൽ. ചോക്ലേറ്റുകൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, സോഫ്റ്റ് ഡ്രിങ്കുകൾ എന്നിവയാണ് പ്രധാനമായും ഇറക്കുമതി ചെയ്യുക. യുകെയിൽ നിന്നുള്ള ഇറക്കുമതി ഇന്ത്യയുടെ പ്രാദേശിക വ്യവസായത്തിന് ഭീഷണിയല്ലെന്നാണ് വിദഗ്ധരുടെ പക്ഷം. 10 വർഷത്തേക്കാണ് വ്യാപാര കരാർ. മദ്യത്തിന്റെ ഇറക്കുമതിയിൽ വ്യാവസായിക മേഖല ഇതിനകം ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് സ്കോച്ച് വിസ്കിയാണ് പ്രധാനമായും ഇറക്കുമതി ചെയ്യുക. ഇതിന്റെ താരിഫ് 75% നിന്ന് 40% കുറച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ വിസ്കി വിപണിയുടെ ഏകദേശം 2.5% കൈയാളുന്നത് സ്കോച്ച് വിസ്കിയാണ്. നടപ്പു സാമ്പത്തിക വർഷത്തിലെ ഏപ്രിൽ-ജനുവരി കാലയളവിൽ യുകെയിൽ നിന്നുള്ള ഇന്ത്യയുടെ ഇറക്കുമതി $7.28 ബില്യൺ ആയിരുന്നു. $2.2 ബില്യൺ വരുന്ന മൂല്യമേറിയ കല്ലുകൾ, $1.2 ബില്യൺ ന്യൂക്ലിയർ റിയാക്ടറുകളും ബോയിലറുകളും, $311 മില്യൺ മെഡിക്കൽ സർജിക്കൽ ഉപകരണങ്ങൾ, $307.95 മില്യൺ പാനീയങ്ങളും സ്പിരിറ്റുകളും എന്നിങ്ങനെയാണ് യുകെയിൽ നിന്നുള്ള ഇന്ത്യയുടെ ഇറക്കുമതി. 10 വർഷത്തിന് ശേഷം ചോക്ലേറ്റ്, മധുര ബിസ്ക്കറ്റുകൾ, പാനീയങ്ങൾ, ആൽക്കഹോളില്ലാത്ത ബിയർ എന്നിവയ്ക്ക് ഇന്ത്യയിലേക്ക് താരിഫ് രഹിത പ്രവേശനം ലഭിക്കുമെന്നാണ് ആഭ്യന്തര വിപണിയിൽ ആശങ്കയ്ക്ക് കാരണമായത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുടിയേറ്റം തടയുന്നതിനായി അതിർത്തി നിയന്ത്രണങ്ങൾ വർദ്ധിപ്പിക്കാൻ ജർമ്മൻ സർക്കാർ പദ്ധതിയിടുന്നു. അതിർത്തിയിൽ കൂടുതൽ പോലീസിനെ വിന്യസിക്കാനും തീരുമാനം. അനധികൃത കുടിയേറ്റം തടയുന്നതിന് അതിർത്തിയിൽ കൂടുതൽ പോലീസിനെ വിന്യസിക്കാൻ ജർമ്മനിയുടെ പുതിയ സർക്കാർ പദ്ധതിയിടുന്നുവെന്ന് ആഭ്യന്തരമന്ത്രി അലക്സാണ്ടർ ഡോബ്രിൻഡ് ബെർലിനെ അറിയിച്ചു. ഞങ്ങൾ അതിർത്തികൾ അടയ്ക്കാൻ പോകുന്നില്ല, പക്ഷേ അതിർത്തികൾ കൂടുതൽ കർശനമായി നിയന്ത്രിക്കാൻ പോവുകയാണെന്ന് ഡോബ്രിൻഡ് പറഞ്ഞു. രാജ്യത്തിന്റെ പുതിയ ചാൻസലർ ഫ്രെഡറിക് മെർസ് തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ രാജ്യത്തിന്റെ കുടിയേറ്റ നയം കൂടുതൽ കർശനമാക്കുമെന്ന് വ്യക്തമാക്കി. ഫെബ്രുവരിയിലെ ദേശീയ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾക്ക് മുൻപ് ശരിയായ രേഖകളില്ലാതെ ആളുകൾ രാജ്യത്തേക്ക് പ്രവേശിക്കുന്നത് തടയുമെന്നും ചാൻസലറായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ നാടുകടത്തൽ ശക്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് മുൻ ചാൻസലർ ഒലാഫ് ഷോൾസിന്റെ പിൻഗാമിയായി മെർസ് അധികാരമേറ്റത്. വർഷങ്ങളായി രാജ്യത്തുടനീളമുള്ള അഭയകേന്ദ്രങ്ങൾ നിറഞ്ഞു കവിഞ്ഞതിനാൽ കുടിയേറ്റം നിയന്ത്രിക്കാൻ ഷോൾസും സമ്മർദ്ദത്തിലായിരുന്നു. അഭയ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ അദ്ദേഹത്തിന്റെ സർക്കാർ ശ്രമിച്ചിരുന്നു, എന്നാൽ വേണ്ടത്ര വിജയം കണ്ടില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മികച്ച താമസയോഗ്യമായ രാജ്യമായി UAE, US, കാനഡ തുടങ്ങിയ രാജ്യങ്ങളെ മറികടന്നാണ് UAE നേട്ടം കൈവരിച്ചത്. ഉത്തരാഫ്രിക്ക, മധ്യപൂർവ്വ ദേശം, അറബ് ലോകം എന്നിവിടങ്ങളിലെ മികച്ച താമസയോഗ്യമായ രാജ്യമായി UAE തെരഞ്ഞെടുക്കപ്പെട്ടു. UN മാനവശേഷി വികസന സൂചികയിലാണ് UAE ഒന്നാമതും ആഗോളതലത്തിൽ 15ാമതും റാങ്ക് നേടിയത്. ജീവിത നിലവാരം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയാണ് റാങ്ക് നിശ്ചയിക്കുന്നത്. കാനഡ, ന്യൂസിലൻഡ്, US, ഓസ്ട്രേലിയ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളെ പിന്നിലാക്കിയാണ് UAE നേട്ടം കൈവരിച്ചത്. സൗദിക്ക് 37ാം സ്ഥാനവും ഖത്തറിന് 43ാം സ്ഥാനവും ഒമാന് 50ാം സ്ഥാനവും ലഭിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAEയിൽ കോർപ്പറേറ്റ് ടാക്സ് രജിസ്ട്രേഷൻ സമയപരിധി ലംഘിച്ചതിന് സ്ഥാപനങ്ങൾക്ക് ചുമത്തിയ പിഴ ഒഴിവാക്കി തുടങ്ങി. UAE മന്ത്രിസഭാ തീരുമാനപ്രകാരമാണ് പിഴയിൽ ഇളവ് നൽകുന്നതെന്ന് ഫെഡറൽ ടാക്സ് അതോറിറ്റി അറിയിച്ചു. രജിസ്റ്റർ ചെയ്യാനുള്ള സമയപരിധി കഴിഞ്ഞ് 7 മാസത്തിനകം നികുതി റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കാണ് പിഴയിൽ ഇളവ് ലഭിക്കുക. ആദ്യ നികുതി കാലയളവിന് മാത്രമാണ് ഇളവ്. തുടർന്നുള്ള വർഷങ്ങളിൽ റിട്ടേൺ ഫയൽ ചെയ്യണം. ഇതിനകം പിഴ അടച്ചവർക്ക് തുക തിരികെ ലഭിക്കുമെന്നും അവരുടെ FTA അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഹജ്ജ് തീർത്ഥാടനത്തിനായി ആദ്യ വിമാനം കരിപ്പൂരിൽ നിന്നും ശനിയാഴ്ച. ഹജ്ജ് തീർത്ഥാടകരെ സ്വീകരിക്കാനൊരുങ്ങി ക്യാമ്പുകൾ. തീർത്ഥാടകരെ ഹൃദ്യമായി സ്വീകരിക്കുന്നതിനും പ്രയാസരഹിതമായി യാത്രയാക്കുന്നതിനും ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കങ്ങളും കരിപ്പൂർ ഹജ്ജ് ക്യാമ്പിൽ പൂർത്തിയായി. ഹാജിമാരെ സ്വീകരിക്കുന്നതിന് ഹജ്ജ് ഹൌസിന്റെ 2 കെട്ടിടങ്ങളും പൂർണ്ണസജ്ജമാക്കിയിട്ടുണ്ട്. വിമാനത്താവളങ്ങളിലും ഹാജിമാർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഹജ്ജ് അപേക്ഷാ സമർപ്പണം ആരംഭിച്ചതു മുതൽ തീർത്ഥാടകരുടെ പുറപ്പെടൽ വരെയുള്ള വിവിധ തലങ്ങളിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും സുഗമവും തീർത്ഥാടക സൗഹൃദവുമാക്കുന്നതിന് സംസ്ഥാന സർക്കാരിന്റെയും ഹജ്ജ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ സമയബന്ധിതമായ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് നിന്നും മെയ് 10 പുലർച്ചെ 1:10 ആദ്യ വിമാനം. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ IX 3011 നമ്പർ വിമാനത്തിൽ 172 പേർ പുറപ്പെടും. ഇതിൽ 77 പേർ പുരുഷന്മാരും 95 പേർ സ്ത്രീകളുമാണ്. സൗദി സമയം പുലർച്ചെ 4:35 സൗദിയിലെത്തും. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ 173 പേർക്ക് സഞ്ചരിക്കാവുന്ന 31 വിമാനങ്ങളാണ് കരിപ്പൂരിൽ നിന്നും ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. പരമാവധി 3 വിമാനങ്ങളാണ് ഒരു ദിവസം സർവീസ് നടത്തുക. അവസാന ദിനമായ മെയ് 22 ഒരു സർവീസാണുള്ളത്. ജൂൺ 25 മുതൽ ജൂലൈ 10 വരെയുള്ള ദിവസങ്ങളിൽ മദീന വഴിയാണ് കേരളത്തിൽ നിന്നുള്ള ഹാജിമാരുടെ മടക്കയാത്ര ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.